കൊല്ലത്തിൻ്റെ ഗ്രാമീണ മേഖലയാണ്. ഇവിടെ ചടയമംഗലത്ത് തന്നെ പല ബൂത്തുകളിലും നമ്മൾ പോയിരുന്നു. ഉച്ചയാണെങ്കിൽ പോലും സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നല്ല വെയിലാണ്. പക്ഷേ ആ ചൂടിനൊന്നും വകവെക്കാതെ വോട്ടർമാർ കൂടുതലായി നമ്മുടെ ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണാൻ കഴിയുക പ്രായാധിക്യമുള്ളൊരു വ്യക്തിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ബന്ധുക്കളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ്. അങ്ങനെ എത്തിക്കാൻ പറ്റുന്ന എല്ലാവരെയും എത്തിച്ച് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക എന്നൊരു സ്ഥിതി തന്നെയാണ് ഈ ചടയമംഗലത്ത് നിന്ന് നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇവിടുത്തെ വെയിലിനെ കുറിച്ച് തന്നെയാണ്. നല്ല ചൂടാണ്. പക്ഷേ അതിന് മുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ചൂട് എന്നുള്ളതാണ്. അപ്പോൾ വോട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയാം. അങ്ങനെ അയൽവാസികളൊക്കെ ചേർന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നു. ഈ ഉച്ചയ്ക്ക് വരാൻ എന്താ കാരണം വോട്ട് ചെയ്ത്? ഉച്ചയ്ക്ക് ഇപ്പം ആൾ കാണില്ലെന്ന് വിചാരിച്ചു, തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആളുണ്ട് അല്ലേ? തിരക്ക് കുറവുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? കണ്ടിട്ടറിയാം. രാവിലെയൊക്കെ വന്നല്ലേ പോവാറ്. ഉച്ച തെരഞ്ഞെടുക്കാൻ എന്താ കാരണം? ആള് കുറയട്ടെന്ന് വിചാരിച്ചു, തിരക്ക് കുറയട്ടെന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ ഇതിലും തിരക്കുണ്ടായിരുന്നു? രാവിലെ നല്ല തിരക്കായിരുന്നു. എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം വരെ ഭയങ്കര തിരക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം അല്ല, നമുക്ക് ഇവിടെ വേറെ വാർഡ് മാറിയോണ്ട് അപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് വിളിച്ച് ചോദിച്ചപ്പോഴല്ലേ ഇവിടെ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ചോദിച്ചപ്പോൾ തിരക്ക് കുറവാണ്. പോകുന്നില്ല, അയൽക്കാരൊക്കെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ നിന്നതല്ലേ? ഇനി ഉണ്ട് വരാൻ, അകത്ത് വോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്ത്. എങ്ങനെയുണ്ട്? പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മിക്കവാറും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ 99% നമ്മൾ ഉറപ്പിച്ച സാധ്യതയാണ്. എന്തായാലും സാമാന്യം നല്ല തിരക്ക് തന്നെയാണ് ആര്യ അനുഭവപ്പെട്ടുകൊണ്ടേ തന്നെ ഇരിക്കുന്നത്. രാവിലെ ഇതിലും തിരക്കുണ്ടായിരുന്നു. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അതിനെല്ലാം അവഗണിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ആ കാഴ്ചയാണ് രാഹുൽ നമ്മളിലേക്ക് എത്തിച്ചത്.